ഞാൻ ചിത്രം ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. മൊബൈലൊക്കെ ഒഴിവാക്കി ഇനി കമ്പ്യൂട്ടർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുപോലെ സെർവർ നോഡ് ജെഎസ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും മതി ഇനി ചിത്രം വരയ്ക്കാൻ നമുക്ക്. ഇതിൽ മറ്റ് വേറൊന്നുമില്ലല്ലോ. ഇതിലൊരു ഇതാണെന്ത് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇത് റെസ്പോൺസ് അല്ലേ. റിക്വസ്റ്റ് ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട് റിക്വസ്റ്റ് പോകും. നമ്മളിവിടെ നോഡ് ജെഎസിൽ അറിയിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ അത് പിടിച്ചെടുക്കും. അപ്പോൾ എന്നാൽ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ എന്താ ഉണ്ടാവുകയെന്ന് പറഞ്ഞു, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവുമെന്ന് പറഞ്ഞു, ഈ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. തിരിച്ചിങ്ങോട്ട് കൊടുക്കുകയാണ്, സെർവറിൽ നിന്ന് സിസ്റ്റത്തിന് കൊടുക്കുകയാണ്. എന്ത് രീതിയിലാണ് ഇവിടെ കാണേണ്ടത്, എന്ത് HTML ഫയൽ, എന്ത് ഡിസൈനാണ് ഇവിടെ കാണേണ്ടത് എന്നൊക്കെയാണ് റെസ്പോൺസ് ഒബ്ജക്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു കോൾ ബാക്ക് കൊടുക്കുന്നതും ഫസ്റ്റ് സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ഫീഡ്ബാക്കൊക്കെ കിട്ടി. നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പലരും ചെയ്തങ്ങ് പോകുമായിരുന്നു. എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലായത് ഇപ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും കുറേ ഡൗട്ട് അടിച്ചാണ്. ഇതൊക്കെ പണ്ട് സാധാരണ നമ്മൾ ജാവയിൽ ഫംഗ്ഷൻ പിടിച്ച് പോകണം, ഇത് കോൾ ബാക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല എന്നുള്ളൊരു ഫീൽ വരുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു ഫോമൊക്കെ നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഒരു സൈനപ്പ് ഒരു ഫോം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോകുന്നതിന് മുന്നേ ആയിട്ട്, അത് നമുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് റൂട്ടുകൾ സെറ്റ് ചെയ്യേണ്ടത്. റൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു URL എങ്ങനെ വിളിക്കുക സാധാരണ, ഇപ്പോൾ HTTP കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ URL വിളിക്കണൊക്കെ HTTP വെച്ചിട്ടാണ് വിളിക്കുക. HTTP എന്താണ് www.facebook.com. നമ്മൾ ഫേസ്ബുക്ക് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് ഫേസ്ബുക്ക് മാത്രം പറയണത്. വേറെ എക്സാമ്പിൾ അത്രയും ഇതായിട്ട് പറയാൻ പറ്റുക. അപ്പോൾ ഫേസ്ബുക്ക് നമ്മളിത് വിളിക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, URL. ഈ URL ഇങ്ങനെ നമ്മൾ വെബ്സൈറ്റ് അഡ്രസ്സുകൾ നമ്മൾ ടൈപ്പ് ചെയ്യും. ഇപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കേട്ടോ. ഇപ്പോൾ ഈവൻ www പോലും നിങ്ങൾ ടൈപ്പ് ചെയ്യാറുണ്ടാവില്ല, facebook.com മാത്രം ടൈപ്പ് ചെയ്യാറുണ്ടാവുള്ളൂ. അപ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇപ്പോൾ ബ്രൗസറുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മാറ്റേണ്ട കേസ് വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ആ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. www ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുക, കൊടുത്താൽ മാത്രം മതി നിങ്ങൾ. പിന്നെ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെയുള്ള URLകൾ വിളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെബ്സൈറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അതിന് പുറമെ ഇപ്പോൾ facebook.com എന്ന് കഴിഞ്ഞതിന് ശേഷം ഇതുവരെയുള്ള കാര്യം, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോസ്റ്റ് എന്ന് പറയും. ഹോസ്റ്റ്, ഈ ഡൊമൈൻ നെയിമിൽ ഹോസ്റ്റ് ഉണ്ട്. അതായത് തുടങ്ങുന്ന www.facebook.com, ഈ facebook.com എന്നുള്ളതാണ് ഹോസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് വരുന്നൊരു പാർട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പാർട്ടുകൾ വരാം ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ എബൌട്ട് എന്ന് സ്ലാഷ് ഇട്ടാണ്ട് എബൌട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറെ പേജ് ആയിരിക്കും. സ്ലാഷ് ഇട്ടാണ്ട് പ്രൊഫൈലിനിടാം. ഇങ്ങനെ പല റൂട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന പരിപാടികളും ഉണ്ട്, അത് പറയാം. അപ്പോൾ ഇങ്ങനെ പല റൂട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു URL തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെർവർ റൺ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്നലെ ഈ facebook.com എന്നുള്ളതിന് പകരം നിങ്ങളെന്ത് കാണുക, ലോക്കൽ ഹോസ്റ്റ് 7000 അല്ല നമ്മൾ ഇന്നലെ കോൾ ചെയ്ത്. ലോക്കൽ ഹോസ്റ്റ് 7000 എന്നുള്ളത് എന്ത് ചെയ്യുക, ഹോസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആ ഹോസ്റ്റ് ഇതിന് പകരം കേട്ടോ, ആ ഹോസ്റ്റ് സ്ലാഷ് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ആ റൂട്ടിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പല റൂട്ടുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കോൾ ചെയ്യാൻ പറ്റും ഒരു പ്രൊജക്റ്റിൽ തന്നെ. അപ്പോൾ നോഡ്.js-ൻ്റെ അപ്പോൾ ഇതെന്തിനാണ് റൂട്ട് എന്നൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രോജക്റ്റ് ചെയ്യാണ്, ഒരു ഷോപ്പിംഗ് കാർട്ട് ഉണ്ട്. ആ ഷോപ്പിംഗ് കാർട്ടിൽ നമുക്ക് 2 റൂട്ട് അല്ലെങ്കിൽ 3 റൂട്ടുണ്ട്. 2 റൂട്ട് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റൂട്ട് ഒരു ടൈപ്പ് ഓഫ് യൂസർ കയറുകയാണെങ്കിൽ വേറൊരു പേജിൽ ഇപ്പോൾ ഒരു അഡ്മിൻ ഉണ്ട് എന്ന് വയ്ക്കുക, ഒരു വെബ്സൈറ്റ് അഡ്മിൻ എന്തായിരിക്കും, ഒരു ഷോപ്പിംഗ് കാർട്ടിന് അഡ്മിൻ എന്തായിരിക്കും, ഈ ഷോപ്പ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഫ്ലിപ്കാർട്ടിലും eBayലും അല്ലെങ്കിൽ ആമസോണിലൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഐറ്റം ആഡ് ചെയ്ത് പർച്ചേസ് ചെയ്യും. ഈ ഐറ്റം അവിടെ വരണമല്ലോ, വരുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ലല്ലോ, യൂസേഴ്സ് കൺട്രോൾ ചെയ്യാൻ പാടില്ലല്ലോ. അത് കൺട്രോൾ ചെയ്യണ വേറൊരു അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിൽ അഡ്മിന്, അത് പല അക്കൗണ്ടുകളുണ്ടാവും, സബ് അക്കൗണ്ട് പലതും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ബേസ് ആയിട്ടൊരു അഡ്മിൻ എന്ന് കാണാം നമ്മൾ. അപ്പോൾ അഡ്മിൻ അവിടെ കയറിയിട്ട് ഐറ്റംസ് ആഡ് ചെയ്യാണ് ചെയ്യാം. അഡ്മിൻ അവിടെ കയറിയിട്ട് ഐറ്റംസ് ആഡ് ചെയ്യുക, ഐറ്റംസ് എഡിറ്റ് ചെയ്യുക, ഓഫറുകൾ ഇടുക. അപ്പോൾ നമുക്ക് പല ഓഫറുകൾ കാണാൻ പറ്റും യൂസേഴ്സിന് ആ രീതിയിൽ. അപ്പോൾ 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ സാധാരണ യൂസർ ലോഗിൻ ചെയ്യണ ഒരു ലോഗിൻ പാനലും പേജും വേറെ ഉണ്ടായിരിക്കും, ഇവർക്ക് ലോഗിൻ ചെയ്യാനുള്ള സ്ഥലം വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ആമസോണിൽ ഇപ്പോൾ അഡ്മിൻ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അഡ്മിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക്
അഡ്മിൻ ലോഗിൻ എന്നുള്ള ഒരു റൂട്ട് നമ്മൾ സെറ്റ് ചെയ്ത്, അതേപോലെ സാധാരണ ഒരു സ്ലാഷ് ഇട്ട് ലോഗിൻ സെറ്റ് ചെയ്ത്. എവിടെ സ്ലാഷ് ഇടുന്നത്? ഈ ലോക്കൽ ഹോസ്റ്റ് ഇത് കഴിഞ്ഞ് സ്ലാഷ് കഴിഞ്ഞ ശേഷമുള്ള കാര്യമാണ് കേട്ടോ പറയണത്. നമ്മൾ സെർവറിൽ ഹോസ്റ്റ് ചെയ്യുമ്പോഴോ ഇതേപോലെ facebook.com പോലെ ഡൊമൈൻ നെയിം ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടാവും. ആ ഡൊമൈൻ നെയിം സ്ലാഷ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യണത്? ഈ ലോഗിൻ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ലോഗിനിൽ എന്ത് ചെയ്യും? ഒരു HTML കൊടുക്കും. ഈ ലോഗിൻ എന്ത് ചെയ്യും? അഡ്മിൻ ലോഗിൻ എന്നുള്ളതിൽ വേറെ HTML കൊടുക്കും. അപ്പോൾ എന്താ ചെയ്താൽ മതി? ഒരു വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്യുക? അതിലേക്ക് സ്ലാഷ് ഇട്ട് വേറെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ പേജിലോട്ട്, സ്ലാഷ് ഇട്ട് വേറെ പേജ് വിളിച്ചു കഴിഞ്ഞാൽ വേറെ പേജിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സൈറ്റുകളിലൊക്കെ വേറെ വേറെ റൂട്ടുകൾ നമ്മൾ വിളിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ആദ്യം Node.js സെറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് സെർവറിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൈനപ്പ് പേജ് വെച്ചിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാം. ഇന്നലെ നമ്മൾ ചെയ്തത് ഇത്രയും കാര്യങ്ങളായിരുന്നു അല്ലേ? ക്രിയേറ്റ് സെർവർ ചെയ്തു, റീഡ് ഫയൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചത്. ഇപ്പോൾ റിക്വസ്റ്റ് എന്താ പറയുക, യൂസർ എടുത്ത റിക്വസ്റ്റ് വന്ന സമയമുള്ള ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് കോൾ വരാമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഈഫ് കണ്ടീഷനിൽ റിക്വസ്റ്റ് ഡോട്ട് URL എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഈക്വൽ ടു ആണോ എന്തിനോട്? സ്ലാഷ് എന്നിട്ട് കഴിഞ്ഞാൽ വെറുതെ സ്ലാഷ് ഇട്ട് ചെക്ക് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്റ്റ് മാത്രമുള്ളതിനാണ് സ്ലാഷ് ഇട്ട് ചെക്ക് ചെയ്യണത്. അതിപ്പോൾ facebook.com അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് 7000 മാത്രമുള്ളതിനാണ് വെറും സ്ലാഷ് ഇട്ടിട്ട് ചെക്ക് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാമെന്ന് കൊടുത്ത് അതിവിടെ ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഈഫ് എൻഡ് ചെയ്യണത്, ഈഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് എൽസീഫിൽ റിക്വസ്റ്റ് ഡോട്ട് URL എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് ഓൾറെഡി. അതിനെന്ത് കൊടുത്തു? നമ്മൾ ഒരു സ്ലാഷ് ലോഗിൻ എന്ന് കൊടുത്തു. ഓക്കെ, ആ കേസാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെസ്പോൺസ് ഡോട്ട് റൈറ്റിൽ ലോഗിൻ ആണെന്നുള്ള ചുമ്മാ ആ പേജ് എത്തിയെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. എൻഡ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അവസാനം എൽസ് വിളിച്ചിട്ടുണ്ട്. എൽസ് വിളിക്കുന്നിടത്ത് ഞാൻ ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 1-2 റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂട്ടൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. തൽക്കാലം നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരു കാര്യം കൊടുക്കാറുണ്ട്. തൽക്കാലം ഞാനൊരു സാധനം പ്രിൻ്റ് ചെയ്യാം. എറർ എന്നുള്ളത് വിളിക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. റെസ്പോൺസ് ഡോട്ട് എൻഡ്. ഓക്കെ, സേവ് ചെയ്ത് ഞാൻ സെർവർ റൺ ചെയ്യുക. നോഡ് സാമ്പിൾ സെർവർ എന്ന് കോൾ ചെയ്തു. സെർവർ റണ്ണിങ് ആണ്. ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. സെർവർ റണ്ണിങ് എന്നുള്ളത് നമുക്കിപ്പോൾ ടെർമിനലൊന്നും എഴുതി കാണിക്കുന്നില്ല. അത് എഴുതി കാണിക്കാൻ വേണമെങ്കിൽ ഈ ലിസൺ 7000 കഴിഞ്ഞിട്ട് കോം ഇട്ടിട്ട് രണ്ടാമത്തെ ഒരു ആർഗ്യുമെൻ്റ് ഒരു ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഫംഗ്ഷൻ ഇവിടെ നമുക്ക് കൺസോൾ ഡോട്ട് വേണമെങ്കിൽ ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ സെർവർ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് കൊടുത്തു. ഓക്കെ, ഇനി ഒന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി എടുത്ത് നോക്കുക. ഇതുണ്ടോ, സെർവർ സ്റ്റാർട്ടഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലിസൺ എന്നുള്ള ഫംഗ്ഷനിൽ പോർട്ട് മാത്രം പകരം കോമിട്ടിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഇത് കൂടി കൊടുക്കുക. അത് വേണമെങ്കിൽ ആരോ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇടാം. ഇനിയിപ്പോൾ ഇത്രയും മതി. ഇനി ഇത് വേണമെങ്കിൽ ഈ ബ്രാക്കറ്റ് വരെ നമുക്ക് ഒഴിവാക്കാം. ആരോ ഫംഗ്ഷൻ ആകുമ്പോൾ എങ്ങനെ ഒഴിവാക്കുക? ഇത്രയും ചെയ്താൽ പോരെ? ഇത്രയും ചെയ്താൽ തന്നെ വർക്ക് ചെയ്യും. ഒന്നുകൂടി നോക്കാം. ആരോ ഫംഗ്ഷൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് ഈ ഒരു ആരോ മാർക്കിട്ട് ഫംഗ്ഷൻ്റെ പേര് പോലെ എഴുതുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഒരു ഫംഗ്ഷൻ കോൾ ബാക്ക് ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ ആരോ ഫംഗ്ഷൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലും കൊടുക്കുക. അല്ലെങ്കിൽ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റായിട്ട് ഫംഗ്ഷൻ സാധാരണ പോലെ എഴുതിയാലും മതി, എങ്ങനെയായാലും വർക്ക് ചെയ്യും. ഇവിടെയൊക്കെ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യട്ടോ നമുക്ക്.
ഞാൻ എഴുതില്ല എന്നുള്ളൂ, തൽക്കാലം ഇങ്ങനെ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, സെർവർ സ്റ്റാർട്ടഡ് എന്നുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പോയി നോക്കാം. ഇവിടെ പോയാൽ ലോക്കൽ ഹോസ്റ്റ് 7000 നമുക്ക് വിളിക്കാം. ഉണ്ടോ? ഹലോ ഗൈസ്, ക്രോസ് റോഡ്സ് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് വന്ന് നോക്കിയേ. അതുകൊണ്ട് ഈ സാമ്പിൾ HTML ഫയൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ റൂട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സ്ലാഷ് വെറുതെ, അതായത് ഹോം, ഈ ഹോസ്റ്റ് എന്താണോ അതാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ സ്ലാഷ് ഇട്ടിട്ട് ലോഗിൻ വിളിച്ചാലോ? കണ്ടോ? ലോഗിൻ വർക്കായി. എവിടെ വർക്കായത്? ഇതാണ് request.url ലോഗിൻ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും വിളിച്ച് നോക്കിയേ. ഇപ്പോൾ ലോഗിന് പകരം ഞാനിപ്പോൾ ഒരു /ഹായ് എന്നാണ് വിളിക്കണമെന്ന് വിചാരിക്കുക. നോക്കിയേ, എറർ നല്ല വർക്ക് ചെയ്യണത്. അതെന്തുകൊണ്ടാണ്? വേറെ എല്ലാ കേസിലും എന്താണ് ഈ എറർ എന്നുള്ളതാണ് പ്രിൻ്റ് ചെയ്യണത്. കണ്ടോ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹെഡും കൂടി റൈറ്റ് ചെയ്യാം. എന്താണ്? response.write head, ഇങ്ങനെയാണ് ശരിക്കുള്ള എഴുതേണ്ടത്. റൈറ്റ് ഹെഡിൽ എന്ത് ചെയ്യുക? 200 അല്ലേ നേരത്തെ കൊടുത്ത്? സാധാരണ പേജ് നോട്ട് ഫൗണ്ട്, അതായത് ആ വിളിക്കുന്ന URL ഫൗണ്ട് ചെയ്യണില്ലെങ്കിൽ 404 എററാണ് നമ്മൾ കൊടുക്കുക. കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ പല വെബ്സൈറ്റിൽ എടുക്കുമ്പോൾ. ചില വെബ്സൈറ്റ് 404 കാണാത്ത ആൾക്കാർ കുറേ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദിൽഷ കണ്ടിട്ടില്ലേ? 404 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണേ. ഇപ്പോൾ കുറച്ച് മുന്നേ ഭയങ്കര കൂടുതലായിട്ട് കാണുമായിരുന്നു. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഇതൊക്കെ ഹാൻഡിൽ ചെയ്തൊരു ഡിസൈൻഡ് ആയിട്ടുള്ള യൂസർക്ക് 404 ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ പേജിലോട്ട് കടത്തി വിടാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാലും എന്ത് ചെയ്യുക, കാണാൻ പറ്റും വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാമായിരുന്നു. കണ്ടൻറ് ടൈപ്പ് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഇവിടെയും നമുക്ക് കൊടുക്കുക. അങ്ങനെ ഹെഡൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എന്താ സക്സസ് അല്ലേ? ലോഗിൻ സക്സസ് ആണ്, 200 ആണ്. അപ്പോൾ കണ്ടൻറ് ടൈപ്പ് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹെഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ വേറെ വേറെ പേജുകൾ നമുക്ക് വേറെ വേറെ റൂട്ടുകൾ നമുക്ക് എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക. ബാക്കി എല്ലാം കണ്ടോ? ലോക്കൽ ഹോസ്റ്റ് ഹായ് ഒന്നും വർക്ക് ചെയ്തില്ല. ലോക്കൽ ഹോസ്റ്റ് ലോഗിൻ വന്നപ്പോൾ മാത്രം ലോഗിൻ പേജിലോട്ട് പോയി. വെറുതെ ലോക്കൽ ഹോസ്റ്റ് വിളിച്ചപ്പോഴോ ഹലോ ഗൈസ് ആ HTML പേജിലോട്ടും പോയി. ഇനി ഇവിടെ HTML പേജ് കൊടുക്കുക, ഇവിടെ HTML പേജ് കൊടുക്കുക. അങ്ങനെ HTML പേജ് ഡിഫറെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെയൊക്കെ കൊടുക്കുക. ഇതേ കോഡ് ഇപ്പോൾ റീഡ് ഫയൽ പോലുള്ള കോഡ് ഇവിടെ എഴുതി അതിനുള്ള HTML ഫയൽ റീഡ് ചെയ്യാൻ കൊടുത്ത് HTML ഫയൽ ലോഡ് ചെയ്യാൻ കൊടുക്കാം നമുക്ക് അവിടെ. അതേപോലെ എല്ലാ പേജിലും നമുക്ക് ലോഡ് ചെയ്യാൻ കൊടുക്കും. ഇപ്പോൾ 404 ചുമ്മാ എറർ എഴുതി കാണിക്കുന്നതിന് പകരം ഒരു ഡിസൈൻഡ് പേജിലൂടെ നിങ്ങളെ നെറ്റ്വർക്ക് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച URL തെറ്റാണെന്നൊക്കെ എഴുതിയുള്ള മെസ്സേജൊക്കെ എഴുതിയിട്ട് ഡിസൈൻ ചെയ്ത HTML അവിടെ കൊടുക്കാം. അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഈ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഡോട്ട്, ഇതുവരെ നമ്മൾ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ പല കാര്യങ്ങളും യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഡോട്ട് URL വിളിച്ചു കഴിഞ്ഞാൽ ഏത് റൂട്ടാണ്, അതായത് ആ ഒരു ഹോസ്റ്റാണോ, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് വരെയുള്ള സാധനമാണോ, അതോ അതിൻ്റെ സബ്ബായിട്ടുള്ള വേറെ റൂട്ടുകളുണ്ടോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വേറെ വേറെ പേജ് റൂട്ടുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. വേറെ വേറെ 2-3 റൂട്ടുകൾ ഇട്ടിട്ട് ഒന്ന് ലോഡ് ചെയ്യിച്ച് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞില്ല സൈനപ്പ് പേജ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഒരു സൈനപ്പ് പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. signup.html എന്ന് പറഞ്ഞ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഈ ലോഗിൻ എന്നുള്ള ഈ പേജ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് സൈനപ്പ് ആക്കി മാറ്റാം. ഓക്കെ, സൈനപ്പ് ആക്കാം. പിന്നെ എന്തൊക്കെ മാറ്റണം, fs.read ഫയൽ വിളിക്കണം. റീഡ് ഫയലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, signup.html എന്നുള്ള ഫയലിനെ വിളിക്കണം. പിന്നെന്താ വേണ്ടത്, കോമ ഫങ്ഷൻ എഴുതണം. ഫങ്ഷൻ എന്തൊക്കെയാണ്, എറർ കോമ ഡാറ്റ അല്ലേ, മനസ്സിലാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതാം. ആരോ ഫങ്ഷനാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, response.write head. ഒരു കാര്യം ചെയ്യാം, ഈ കോഡ് ഞാൻ ഇങ്ങ് എടുത്തിടാം. ഓക്കെ അല്ലേ? ഈ റൈറ്റ് ലോഗിൻ ഈ സംഭവം ഒഴിവാക്കാം.
ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? റിക്വസ്റ്റ് ഡോട്ട് URL ലാസ്റ്റ് സൈനപ്പ് വരികയാണെങ്കിൽ ഈ പേജിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്യാം. ഓക്കെ, സെർവർ സ്റ്റാർട്ടഡ്. ലോക്കൽ ഹോസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരിക. /സൈനപ്പ് വിളിച്ചു നോക്കാം നമുക്ക്. ഉണ്ടോ? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ. ഞാൻ ഡിസൈനൊന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു ഫോം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഒരു ഫോം എന്ത് ചെയ്യുക, ഒരു signup.html എന്നുള്ളൊരു ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഒരു മൊബൈൽ നമ്പറും ചോദിക്കുന്നുണ്ട്, ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഈ ഒരു പേജ് ലോഡ് ചെയ്യേണ്ടവരെ ഒരു HTML പേജ് ലോഡ് ചെയ്തു. ഇനി നമ്മളിത് സബ്മിറ്റ് അടിക്കുകയാണ്. സബ്മിറ്റ് അടിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? അതായത് ഒരു ബ്രൗസറിൽ ഇവിടെ ഡാറ്റ, അതായത് നമ്മൾ ആദ്യം റിക്വസ്റ്റ് കൊടുത്ത് എന്ത് ലോക്കൽ ഹോസ്റ്റ് /സൈനപ്പ് വിളിക്കണം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് കൊടുത്ത്. ഓക്കെ, റിക്വസ്റ്റിന് നേരെ റെസ്പോണ്ട് ചെയ്തു. എന്ത് റെസ്പോണ്ട് ചെയ്തു? ആ signup.html എന്ന് പറഞ്ഞ പേജ് ഇവിടെ വന്നിട്ടുണ്ട്, ബ്രൗസറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഡാറ്റ ഫില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഡാറ്റ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് പ്രസ് ചെയ്യാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോവുക? വീണ്ടും തിരിച്ച് റിക്വസ്റ്റായിട്ട് പോകും. അപ്പോൾ റിക്വസ്റ്റായിട്ട് പഴയ റിക്വസ്റ്റിലാണ് എത്തുക, പുതിയ റിക്വസ്റ്റിലായിട്ട് എത്തുക. എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ മനസ്സിലാക്കണ്ടേ? എങ്ങോട്ടാണ്, എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? അവിടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും അടുത്ത റൂട്ട് കൊടുക്കണം. അപ്പോൾ റൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പുതിയ റൂട്ട് കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ LCF എഴുതിയില്ലേ, അതേപോലെ അടുത്തൊരു റൂട്ട് കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. request.url സൈനപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ട് സെറ്റ് ചെയ്ത് ഇവിടെ എൽസ് കണ്ടീഷൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് തൽക്കാലത്തിന്. അല്ലെങ്കിൽ ഇത് നമുക്ക് എൽസ് തന്നെ എടുക്കാം. ഈ കണ്ടന്റ് നമുക്ക് എൽസിക്ക് എടുത്തിടാം. എന്നിട്ട് സൈനപ്പ് ആക്ഷൻ, അതായത് സൈനപ്പ് ആക്ഷൻ എന്നുള്ള പുതിയ റൂട്ട് നമ്മൾ സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ സെർവറിലോട്ട് കോൾ വന്നു കഴിഞ്ഞാൽ സ്ലാഷിലോട്ട് വിളിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. /സൈനപ്പ് നേരെ വിളിച്ചപ്പോൾ ഇത് വർക്ക് ചെയ്തു. /സൈനപ്പ് ആക്ഷൻ വിളിക്കുകയാണെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷേ /സൈനപ്പ് ആക്ഷൻ എവിടെ നിന്ന് വിളിക്കണത്? ഒന്നേ നമുക്ക് നേരിട്ട് വിളിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ വിളിക്കാൻ പോണത് നമ്മൾ നേരിട്ട് ഇപ്പോൾ URL വിളിച്ചിട്ട്, ഇപ്പോൾ നമ്മളിങ്ങനെ facebook.com അല്ലെങ്കിൽ URL ലോക്കൽ ഹോസ്റ്റ് 3000 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വിളിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ സൈനപ്പ് വരെ വിളിച്ചു. അതിന് കഴിഞ്ഞതിന് ശേഷം ഡാറ്റ സബ്മിറ്റ്, ഇപ്പോൾ നിഖിൽ ഇവിടെ കിളിവായിൽ ഡാറ്റ കൊടുത്തിട്ടുണ്ട്, ഈ സബ്മിറ്റ് പ്രസ് ചെയ്യണ സമയത്തുള്ളൊരു ആക്ഷൻ. ഓക്കെ, ആ ആക്ഷൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈനപ്പ് ഫോമിൽ പോവുക. എന്നിട്ട് ഫോം ഉണ്ടാക്കിയ സമയത്ത് നമ്മളൊരു ആക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ആക്ഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെയാണ് എന്ത് കൊടുക്കേണ്ടത്? സൈനപ്പ് ആക്ഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഏത് ഇതാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഹോസ്റ്റ് അതിലോട്ടാണ് എന്ത് ചെയ്യുക, അത് വിളിക്കുക. അതായത് നമ്മളിപ്പോൾ ലോക്കൽ ഹോസ്റ്റ് സൈനപ്പ് എന്നല്ല വിളിച്ചിട്ടുള്ളത്, സൈനപ്പ് ആക്ഷൻ എന്നുള്ള പേജിലോട്ട് എന്ത് ചെയ്യും, ഇവിടെ വരെയുള്ളത് സെയിം റൂട്ട്. ഏത് റൂട്ടിലാണ് ഇപ്പോൾ വെബ്സൈറ്റ് നിൽക്കുന്നത്? അതായത് ഇപ്പോൾ നമ്മളിത് കോൾ ചെയ്തപ്പോൾ ഈ സൈറ്റ് വന്ന് കിടക്കുന്നുണ്ട്. ഈ സൈറ്റ് എന്തെങ്കിലും കിടക്കുന്നത് ലോക്കൽ ഹോസ്റ്റ് /7000 സൈനപ്പാണ്. അപ്പോൾ സബ്മിറ്റിൽ ഇവിടെ സൈനപ്പ് ആക്ഷൻ വിളിക്കുക പറയുമ്പോൾ എന്താ വിളിക്കുക? ലോക്കൽ ഹോസ്റ്റ് ഈ സാധനം വിളിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള പേജ് വിളിച്ചപ്പോൾ ഈ HTML പേജ് ലോഡ് ചെയ്തു. ഈ HTML പേജിൻ്റെ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ ഫോം ആക്ഷനിൽ നമ്മൾ /സൈനപ്പ് ആക്ഷൻ വിളിക്കുമ്പോൾ ഇപ്പോൾ ഇതെപ്പോഴാണ് പോവുക, ഇതെപ്പോഴാണ് വർക്ക് ചെയ്യുക? ഇവിടെ കണ്ട ഫോമിനൊരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഈ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ വെബ് ഡിസൈൻ ചെയ്ത സമയത്ത് google.com ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നേരെ google.com പോകണം, അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നേരെ facebook.com പോകണം എന്നൊക്കെയുള്ള രീതിയിൽ ഫോം നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ആക്ഷൻ കൊടുത്തപ്പോൾ നമ്മൾ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആക്ഷൻസ് കൊടുത്ത് നമുക്ക് വേറെ പേജിലോട്ടോ അല്ലെങ്കിൽ വേറെ റൂട്ടിലോട്ടോ ഈ ഡാറ്റേനെ അല്ലെങ്കിൽ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം എങ്ങോട്ടാണെന്നുള്ള നമ്മൾ സ്പെസിഫൈ ചെയ്യാനാണ് ഈ ആക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സൈനപ്പ് ആക്ഷൻ /സൈനപ്പ് ആക്ഷൻ തന്നെ എങ്ങോട്ടാകും പോവുക?
ലോക്കൽ ഹോസ്റ്റ് ഓൾറെഡി അവിടെ ഹോസ്റ്റ് ഉണ്ട്. എവിടെ മാത്രമേ മാറുള്ളൂ? ഈ സ്ലാഷ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് മാറുക. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹായ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് 7000/ഹായിലോട്ട് പോകും. ആ രീതിയിൽ ഏതാണോ റൂട്ട് നമ്മൾ വിളിക്കുന്നത് ആ റൂട്ടിലോട്ടാണ് ആക്ഷൻ പോവുക. ഓക്കെ, അപ്പോൾ എവിടുന്നാണ് വിളിക്കുന്നത്? ഇവിടെ നിന്നാണ്. എന്താണ് സൈനപ്പ് ആക്ഷനിന്ന് അടുത്ത ഒന്ന് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് വിളിക്കുകയാണ്. നേരെ റിക്വസ്റ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ എന്ത് നോക്കുന്നുണ്ട്? കോഡിൽ request.url സൈനപ്പ് ആക്ഷൻ ആണോ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടോ നമുക്ക് ആദ്യം നോക്കാം. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ബേസ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കോഡ് നമുക്കിവിടെ എഴുതാം. എന്താ കോഡ് എഴുതാം? ജസ്റ്റ് response.write ആക്ഷൻ എഴുതിയിട്ടുണ്ട്. response.endും വിളിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. Ctrl+C അഗെയിൻ നോഡ് സാമ്പിൾ സെർവർ. അപ്പോൾ നമുക്ക് സൈനപ്പ് എന്ത് ചെയ്യാം? സൈനപ്പ് വിളിച്ചിട്ടുണ്ട്. ഇതിൽ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ ഇപ്പോൾ എററാണ് വരുന്നത്. എന്തുകൊണ്ടാണ് എറർ വരുന്നത്? എറർ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ സൈനപ്പ് ആക്ഷന് നമ്മൾ കൊടുത്തത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ആർഗ്യുമെൻ്റായിട്ട്. ഓക്കെ, ഇതെന്താ വന്നത്? നമ്മളിവിടെ ഫോമിൽ സൈനപ്പേ കൊടുത്തിട്ടുള്ളൂ, സൈനപ്പ് ആക്ഷനെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്താണ് നമ്മൾ നോക്കുമ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ സൈനപ്പ് ആക്ഷന് പുറമേ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് കേസിലാണ് എടുക്കുന്നത്? ഈ URL ഡോട്ട് ഈക്വൽ ടു നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ആർഗ്യുമെൻ്റൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം. അത് ഓരോ സമയം യൂസർ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കില്ലേ. നെയിം ഇപ്പം നിങ്ങൾ കിളിവായെന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തർ ഓരോ ഡാറ്റ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്നും നമുക്കിവിടെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് URL മോഡ്യൂൾ തന്നെ ഉണ്ട്. ആ മോഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. റിക്വസ്റ്റ് കൊടുത്തപ്പോൾ എറർ വരെ വന്നത്, അതുകൊണ്ട് എറർ വരാൻ കാരണം എൽസ് കണ്ടീഷൻ വർക്കായി, അതുകൊണ്ട് ഇത് വർക്കായി. അതായത് ഇതിനപ്പുറം കുറേ കാര്യങ്ങളുള്ളതിൻ്റെ പേരിൽ എന്ത് ചെയ്ത് ആ റൂട്ട് എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വർക്ക് ചെയ്യാതെ പോയത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ആ മോഡ്യൂളും കൂടി ആഡ് ചെയ്യണം. ഇതും ഇൻബിൽഡ് ആയിട്ടുള്ള മോഡ്യൂൾ തന്നെയാണ്. URL എന്നുള്ള മോഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഇഫ് കേസ് ചെക്ക് ചെയ്തില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതിൽ വാർ നമ്മളിപ്പോൾ ഒരു കൊറിയോ അല്ലെങ്കിൽ എന്താ പറയുക, കൊറിയൻ തന്നെ ക്യൂ തന്നെ എടുക്കുക. ക്യൂ അസൈൻ നമുക്ക് URL.parse എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. പാഴ്സ് എന്നുള്ള മെത്തേഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക? ഈ request.url ഉണ്ടല്ലോ, മൊത്തം കിട്ടുന്ന URL-നെ, അതായത് യൂസർ ആ ഒരു ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടല്ലോ, പാസ് ചെയ്ത നെയിമും വാല്യൂ എല്ലാം നമ്മൾ വരുന്ന രീതിയിൽ കണ്ടു. അപ്പോൾ അതെല്ലാം കൂടിയുള്ള കണ്ടൻറ്റ് ഇവിടെ വരുന്നതെന്നുള്ള രീതിയിൽ ഇതിലോട്ട് പാസ് ചെയ്യാൻ എടുക്കുക. ഓക്കെ, ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ request.url ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തൊക്കെ എടുക്കാനൊക്കെ പറ്റും. പക്ഷേ അതൊന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടി, സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ URL മോഡ്യൂൾ തന്നെ യൂസ് ചെയ്യണത്. NPM മോഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. URL മോഡ്യൂൾ പക്ഷേ Node.js-ൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഓൾറെഡി ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ npm ഇൻസ്റ്റാൾ ഒന്നും ചെയ്യാതെ എടുത്തത്. ക്യൂ എടുത്ത് ഇനി ക്യൂ ഡോട്ട് പറയുക പാത്ത് നെയിം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് വെച്ചാൽ എക്സാക്റ്റ് ഈ സ്ലാഷ് കഴിഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളത് കിട്ടും. ഇപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് കൺസോളിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കട്ടോ എന്താണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഫുള്ള് വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചൊന്നും നോക്കണ്ട. ഇപ്പോൾ ഡാറ്റ ഇവിടെ വരുന്നുണ്ടോ, എല്ലാ റിക്വസ്റ്റിലും എന്താണ് URL വരുന്നത് എന്നുള്ളത്, അല്ലെ പാത്ത് നെയിം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് Node.js സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഇത് ജസ്റ്റ് എന്ത് ചെയ്ത് URL തന്നെ മോഡ്യൂൾ എടുത്ത് അത് വെച്ചിട്ട് Q.path name വരുമ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞ് ഇതാണോ എന്നുള്ള രീതിയിൽ ഡാറ്റ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെർവർ സ്റ്റാർട്ടഡ് എന്ന് വരെ എഴുതിയിട്ടുള്ളൂ അല്ലേ. ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 7000 നമ്മൾ വിളിക്കണമെന്ന് വയ്ക്കാം. ഹലോ ഗൈസ്, ക്രോസ് വേർഡ്സ് വർക്കായി. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ കണ്ടോ ഒരു സ്ലാഷ് വിളിച്ചത് കണ്ടോ, URL.parse request.url console.logൽ Q.path name വിളിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലാഷ് അവിടെ വർക്കായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പാത്ത് നെയിം എന്താണെന്ന് മനസ്സിലായപ്പോൾ കൺസോളിൽ ഇതാണ് പ്രിൻ്റ് ആയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാത്ത് നെയിം മാറ്റി നോക്കാം, സൈനപ്പ് വിളിച്ച് നോക്കാം.
കണ്ടോ സൈനപ്പ് അവിടെ കോളായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്മിറ്റ് കൊടുത്ത് നോക്കാം. എറർ വന്നത് കണ്ടോ, സൈനപ്പ് ആക്ഷൻ തന്നെ കിട്ടി. അതായത് അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക്, അത് കഴിഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ശരിക്കും റിക്വസ്റ്റിൽ എന്തൊക്കെയുണ്ട്, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ എന്താണ് വന്നിട്ടുള്ളൂ, ആ ഒരു സൈനപ്പ് ആക്ഷൻ എന്നുള്ള പാത്ത് നെയിം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ പാത്ത് നെയിമിലാണ് എന്തുള്ളത് ഇപ്പോൾ, എക്സാക്റ്റ് ആ ക്യൂ ഡോട്ട് പാത്ത് നെയിം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൺസോൾ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ കണ്ടീഷനിൽ എന്ത് കൊടുക്കാം, ആ ക്യൂ ഡോട്ട് പാത്ത് നെയിം ഈക്വലിറ്റി ആണോ നോക്കാം. അപ്പോൾ എക്സാക്റ്റ് വരൂല്ലേ, ക്യൂ ഡോട്ട് പാത്ത് നെയിം ഈക്വലിറ്റി ആണോ നോക്കുക. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ക്യൂ ഡോട്ട് പാത്ത് നെയിം ഈക്വലിറ്റി ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഒന്നുകൂടി ക്വിറ്റ് ചെയ്തിട്ട് സെർവർ സ്റ്റാർട്ട് ചെയ്തു. ലോക്കൽ ഹോസ്റ്റ് 7000 സൈനപ്പ് വിളിക്കാം നമുക്ക് നേരിട്ട് തന്നെ. സൈനപ്പ് വിളിച്ചു, സബ്മിറ്റ് കൊടുത്തപ്പോൾ ആക്ഷൻ എന്നാണ് വന്നത്. നേരത്തെ പോലെ എറർ വന്നില്ല. എന്തുകൊണ്ടാണ്, നമ്മളിവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് URL ഡോട്ട് പാഴ്സൽ ഈ റിക്വസ്റ്റ് ഡോട്ട് URL വരുന്ന കണ്ടൻറ്റ് മൊത്തത്തിൽ ഈ റിക്വസ്റ്റിൽ വരുന്ന കണ്ടൻറ്റ് മൊത്തത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്ത് ഇതിലോട്ട് ക്യൂ എന്ന് പറഞ്ഞ വേരിയബിളോട്ട് വെച്ച് ആ ക്യൂ ഡോട്ട് പാത്ത് നെയിം വിളിച്ച് എന്ത് കിട്ടും എന്ന് പറഞ്ഞ് ആ എക്സാക്റ്റ് ആ റൂട്ട് മാത്രം കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്കും അതിന് വേറെ എന്തൊക്കെ വാല്യൂസ് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ആ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റണില്ല, അതൊന്നും കിട്ടാത്ത രീതിയിൽ മാത്രം കിട്ടി അല്ലേ. ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് URL എന്ന് പറഞ്ഞ മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കറക്റ്റ് ആക്ഷനിലൂടെ കിട്ടി. ഇനി ഇതല്ലല്ലോ നമ്മുടെ ആവശ്യം, നമ്മുടെ ആവശ്യം എന്താണ്, ഈ സൈനപ്പിൽ വന്ന ഡാറ്റ. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ നിഖിൽ ഇവിടെ ഉണ്ടോ വാല്യൂ, ഇതിന് എഫ് നെയിം, ഇപ്പോൾ എഫ് നെയിം കൊടുത്തിട്ടുണ്ട്, അതേമാതിരി എന്താ പറയുക കിഴിവായിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നെയിമുകൾ പലതും കൊടുത്തിട്ടുണ്ട്, മൊബൈൽ നമ്പർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇനി സൈനപ്പ് കൊടുക്കുമ്പോൾ എന്താ വരുന്നതെന്ന്. ശരിക്കും ഇവിടെ സൈനപ്പ് ആക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എന്നിട്ട് എഫ് നെയിം വന്നിട്ടുണ്ട്, എന്നിട്ട് എൽ നെയിം വന്നിട്ടുണ്ട്, എന്നിട്ട് മൊബൈൽ വന്നിട്ടുണ്ട്. ഇതെന്താ നിങ്ങളൊന്ന് സ്ഥിരീകരിച്ചേ. ഇത് ID ആണോ നെയിമാണോ, ആദ്യം അതാണ് നിങ്ങൾ സ്ഥിരീകരിക്കേണ്ടത്. ഇപ്പോൾ IDൻ്റെ സമയത്ത് ഞാനിപ്പോൾ ഒരു എന്താ കൊടുക്കുന്നത്, നെയിം എന്ന് മാത്രം കൊടുത്ത് ഈ IDൻ്റെ സ്ഥലത്ത് നെയിം എന്ന് എന്താ പറയുക, ഇത് ലാസ്റ്റ് നെയിം എന്ന് കൊടുത്ത് ഇത് ഫസ്റ്റ് നെയിം എന്ന് കൊടുത്ത് ഇത് എഫ് നെയിമും ഇത് എൽ നെയിമും. അതേപോലെ ഇവിടെ മൊബൈലിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്ത് ഇവിടെ IDൻ്റെ സ്ഥലത്ത് ഫോൺ എന്ന് കൊടുത്ത്. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണോ വരുന്നതെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്നും കൂടി എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് നോക്കാം. സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈനപ്പ് വിളിച്ചു, സബ്മിറ്റ് കൊടുത്തപ്പോൾ എന്താണ്, എഫ് നെയിം എൽ നെയിം മൊബൈലിനുള്ള കൊടുത്ത സാധനമാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ID അല്ല ഇവിടെ എടുത്തിട്ടുള്ളത്, ഇവിടെ എന്ത് വെച്ചിട്ട് പാസ് ചെയ്യുന്നത്, നെയിം വെച്ചിട്ടാണ് ഇവിടെ നിന്ന്. അതായത് ഒരു ബ്രൗസറിൽ നിന്ന് നമ്മളൊരു ഫോമിൽ കുറച്ച് ഡാറ്റ കൊടുത്താൽ ആ ഡാറ്റ സെർവറിലോട്ട് സെൻഡ് കൊടുത്താൽ എവിടെ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്, ഈ നെയിം എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, സോറി ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യല്ലോ നമ്മൾ, ഈ ആട്രിബ്യൂട്ട് വഴിയാണ് എന്ത് ചെയ്യണത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നെയിം എന്താണ് എഫ് നെയിം എന്നുള്ളതുണ്ട്, അതേപോലെ എൽ നെയിം എന്നുള്ളതുണ്ട്, അതേപോലെ മൊബൈലുണ്ട്. ഈ 3 പേരിൽ എന്തൊക്കെയാണ് പോകുന്നത്, എഫ് നെയിമിന് നിഖിലിനുള്ള വാല്യൂ, ഈ വാല്യൂസ് യൂസർ ടൈപ്പ് ചെയ്യണ വാല്യൂസ് ആവും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും വാല്യൂ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, ആ URL ഇത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയേ, കണ്ടോ എഫ് നെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ടൈപ്പ് ടെക്സ്റ്റാണ് പോകുന്നത്. അപ്പോൾ യൂസർ എന്താണോ ആ വാല്യൂ എവിടെ പോവും, ഇങ്ങനെ ചുമ്മാ സബ്മിറ്റ് കൊടുത്ത് ഫോമിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ URL വിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് വിളിച്ചു കൊടുക്കും. അപ്പോൾ ഈ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ എന്തുണ്ടാവും, ആ വിളിക്കുമ്പോൾ ആ സാധനം ഉണ്ടാവും. സെർവറിന് എന്ത് ചെയ്യുക, ആ URL മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ സാധനങ്ങൾ ഓരോന്ന് എടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ രീതിയിൽ ഇനി ഇവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കുറേ മെത്തേഡ്സ് കേട്ടിട്ടുണ്ടാവും. വെബ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ മെത്തേഡ്സ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സാധാരണ കേൾക്കുന്ന മെത്തേഡാണ് ഗെറ്റ് കേട്ടിട്ടുണ്ടോ, പോസ്റ്റ് കേട്ടിട്ടുണ്ടോ, പുട്ട് കേട്ടിട്ടുണ്ടാവും, പിന്നെന്താ
ഡിലീറ്റ് കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഗെറ്റ് എന്നുള്ള ടൈപ്പിലാണ്. ഗെറ്റ് എന്ന് വെച്ചാൽ സാധാരണ വെബിലോട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഡാറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ക്ലയൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഡാറ്റ സെർവറിലോട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഡാറ്റനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് ഗെറ്റ് ടൈപ്പ് മെത്തേഡുകൾ. അപ്പോൾ അത് HTTP മെത്തേഡുകളാണെന്നൊക്കെ. HTTP പലതരം ഇതുണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എടുത്തുകൊണ്ടിരാനുള്ളത്, പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെർവറിലോട്ട് സെൻഡ് ചെയ്യാനുള്ളത്, പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെൻഡ് ചെയ്യുകയും അവിടെ ഉള്ള ഒരു സാധനത്തിന് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം, അതാണ് പുട്ട് എന്നുള്ള മെത്തേഡ്. ഡിലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡാറ്റനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡാണ്. ശരിക്കും ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ മെത്തേഡ് എന്നുള്ള ഒരു ഇവിടെ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഗെറ്റാണോ പോസ്റ്റാണോ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഗെറ്റാണ് ശരിക്കും വെച്ചിട്ടുള്ളത്. ശരിക്കും ഇവിടെ നമ്മൾ ഫോം സബ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡാറ്റ സബ്മിഷനാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ വെബ്സൈറ്റ് വിളിച്ചപ്പോൾ അത് ഗെറ്റാണ്. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് സൈനപ്പ് എന്ന് വിളിക്കണത്, ലോക്കൽ ഹോസ്റ്റ് സൈനപ്പ് എന്ന് വിളിക്കുന്നത് ഗെറ്റാണ്. അതായത് റിക്വസ്റ്റ് കൊടുത്ത് ഡാറ്റ എന്തെങ്കിലും ഒരു HTML പേജ് വന്നു, അത് ഗെറ്റാണ്. പക്ഷേ ശരിക്കും ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് പോസ്റ്റ് മെത്തേഡ് വഴിയാണ്. പക്ഷേ നമ്മൾ തൽക്കാലം അത് മനസ്സിലാക്കേണ്ടത് ഗെറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് മെത്തേഡ് വെച്ച് വിളിക്കുന്നത്. ഗെറ്റിൽ വിളിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഗെറ്റ് കൊടുക്കാതെയും നമ്മൾ ഡിഫോൾട്ടായിട്ട് എന്താ സംഭവിക്കുന്നത്, ഗെറ്റായിട്ടാണ് ഫോമിന് വിളിക്കുക. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഗെറ്റ് കൊടുക്കാതെ ഇത്ര നേരം വിളിച്ചത്, പക്ഷേ അത് ഡിഫോൾട്ടായിട്ട് ഗെറ്റാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഗെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗെറ്റിൽ വിളിക്കുമ്പോൾ പോകുന്ന ഡാറ്റ എന്നുള്ള ആർഗ്യുമെൻ്റ് എന്നുള്ള സാധനം ഈ URL ഇങ്ങനെ സ്പെസിഫൈ, അതായത് ഇങ്ങനെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ URL എഴുതി കാണിക്കുക എന്ത് ഡാറ്റയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ സാധാരണ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡാറ്റാസ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ URL എത്രയും സിമ്പിളായിട്ട് ആർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ പോകുന്ന പാസ്വേഡും ഡാറ്റയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താവും, അങ്ങനെ കാണിക്കാത്ത രീതിയിലാണ് നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാറ്. പക്ഷേ തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ ഗെറ്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് നമ്മളിതിൽ പറയുന്നത്. ബാക്കി എക്സ്പ്രസ്സിലോട്ട് കടന്നിട്ടേ ഞാൻ പറയുള്ളൂ. വെച്ചാൽ ഇതന്നെ ഒരുപാട് കൊടുപ്പോൾ നമ്മൾ എഴുതിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് എക്സ്പ്രസ്സിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എക്സ്പ്രസ്സിൽ എത്ര സിമ്പിളായിട്ടാണ് ഇത് എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എഴുതുന്നത്. ഇങ്ങനൊന്നും എഴുതാറില്ല സത്യം പറഞ്ഞാൽ. എക്സ്പ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിനൊക്കെ മെത്തേഡുകളും കാര്യങ്ങളുണ്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഗെറ്റാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് സൈൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സൈനപ്പ് ആക്ഷൻ, ഈ ആക്ഷനിലോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ആ വാല്യൂസിന് ഓരോന്നിനും എടുക്കുക. അപ്പോൾ ആ ഓരോ 3 കോളം നമ്മൾ വെച്ചല്ലോ, എന്താണ് ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, മൊബൈൽ ഉണ്ട്. അവിടെ നിന്ന് അയക്കുന്ന ഡാറ്റ എന്ന് വെച്ചാൽ സിസ്റ്റത്തിൽ നിന്ന് അയക്കുന്ന ഡാറ്റ Node.js എടുക്കുന്ന സെർവറിൽ എത്തുമ്പോൾ എടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താ, ചിത്രം വരയ്ക്കുന്നത് കാണുന്നുണ്ടോ? ഇവിടെ നമ്മൾ പറഞ്ഞെന്താ, ഇവിടെ തന്നെയാണ് എന്തുള്ളത്, Node.js ഉള്ളത്. അപ്പോൾ Node.js സെർവർ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് കൊടുക്കുകയാണ് സെർവറിലെത്തുക. അതായത് ഈ സാധനം ഇവിടെയാണ് സെർവറാണെന്ന് മനസ്സിലാക്കണം. ആ ബോധം വേണം, ആ ബോധത്തിൽ വേണം ചിന്തിക്കാൻ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സൈനപ്പ് ഫോം ഉണ്ടാക്കിയിട്ട് സൈനപ്പ് അതായത് ആ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് വഴി സൈനപ്പ് ആക്ഷൻ എന്നുള്ള പേജിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ URL കുറച്ച് ആർഗ്യുമെൻറ്റ്, ആ ആർഗ്യുമെൻറ്റ് എവിടെ നിന്ന് വന്നതാണ്, ഈ ഫോമിലുള്ള ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതേപോലെ മൊബൈൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നെയിം എന്നുള്ള ഇതിൽ അടിപൊളി വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡാറ്റാസാണ് എങ്ങോട്ട് പോകുന്നത്, സെർവർക്ക് പോകുന്നത്. അതിനി സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് സെർവറിൽ എത്തുന്നുണ്ടെന്ന് മനസ്സിലായി. നമുക്കിവിടെ എന്താണ്, നേരത്തെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ, സ്ലാഷ് ഇട്ട് വിളിച്ചപ്പോൾ തന്നെ അതെന്തോ എത്തുന്നതിൻ്റെ പേരിലാണ് നമുക്ക് എന്ത് കിട്ടിയത്, അവിടെ എറർ കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഇതിലോട്ട് കയറാതിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്ത്, URL പാസ് യൂസ് ചെയ്തിട്ട് URL എന്നുള്ള ഒരു മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് q.path വെച്ച് വിളിച്ചു അല്ലേ. അങ്ങനെ നമ്മളിവിടെ സൈനപ്പ് ആക്ഷൻ വരെ എത്തി. പക്ഷേ ഇതിനുള്ളിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ, ഇവിടെ നിന്ന് യൂസർ കുറച്ച് ഡാറ്റ തരും, ആ ഡാറ്റയുമായിട്ട് സെർവറിലെത്തിയ ഡാറ്റനെ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഡാറ്റാബേസിലോട്ട് വെക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് യൂസർക്ക് റെസ്പോൺസ് കൊടുക്കുക. ഇങ്ങനെ റെസ്പോണ്ട്, ഇതാണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം.
ഇത്രേ ഉള്ളൂ. അതായത് യൂസർ സൈഡിൽ നിന്ന് കുറച്ച് ഡാറ്റ വരും, ആ ഡാറ്റ എന്തെങ്കിലുമൊക്കെ പ്രോസസ് ചെയ്യാനുണ്ടാവും. അത് ബിസിനസ് ലോജിക്കാണ്. ബിസിനസ് ലോജിക്ക് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആ ഡാറ്റനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ കാർട്ടിൽ ഐറ്റം ആഡ് ചെയ്യാനാവും, ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനാവും, ചിലപ്പോൾ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യാനാവും. പല റിക്വസ്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്, സൈനപ്പ് ആയിരിക്കാം, പല റിക്വസ്റ്റ്. അപ്പോൾ ആ ഡാറ്റ മൊത്തം എടുത്ത് സെർവറിലെത്തും, അത് Node.jsന്റെ കയ്യിൽ കിട്ടും. ഇയാൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇതെടുത്തിട്ട് സ്പോട്ടിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അയാൾക്ക് എടുത്തിട്ട് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ സാധനം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ കൊണ്ടുപോകുക. അങ്ങനെ പല ആക്ഷൻ ഇയാൾക്ക് Node.jsന് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? Node.js ആക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? യൂസർക്ക് ഇത് മനസ്സിലാവണ്ടേ? നിങ്ങൾ സൈനപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഡാറ്റ അവിടെ പോയി സൈനപ്പ് ആയാൽ മാത്രം മതിയോ? യൂസർക്ക് എന്ത് ചെയ്യണോ? നിങ്ങൾ സൈനപ്പ് സക്സസ് ആയിട്ടുണ്ട്, നിങ്ങൾ അടുത്ത പേജിലോട്ട് പോയിക്കോളൂ, നിങ്ങൾ ലോഗിൻ ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഹോം പേജിലോട്ട് കയറിക്കോളൂ, നിങ്ങളെ സൈനപ്പ് ആക്ഷൻ കഴിഞ്ഞു എന്നൊക്കെ പറയാം. എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ. അപ്പോൾ ആ രീതി ചെയ്യണം. എന്താണ് Node.js എന്ത് ചെയ്യണം? ഇവിടുന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് അടുത്ത പേജ് കാണിച്ചു കൊടുക്കണം യൂസർക്ക്. നമുക്കിവിടെ സൈനപ്പ് ആക്ഷനിൽ ഇതേപോലെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ 3 ഡാറ്റ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കൺസോളിൽ പ്രിൻറ്റ് ചെയ്യുക, അത് സെർവറിൽ എത്തി എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. അതായത് ബ്രൗസറിൽ നിന്ന് പോകുന്നു, ഇവിടെ സെർവറിൽ എത്തി എന്നുള്ളത് ആദ്യം സ്ഥിരീകരിക്കേണ്ടത്. സെർവറിൽ കിട്ടുന്നുണ്ട് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കണം? പിന്നെ ആ ഡാറ്റ നമുക്ക് എങ്ങനെ തിരിച്ച് അടുത്ത പേജിലോട്ട് കൊടുത്തയക്കാമെന്ന് പഠിക്കണം. ഓക്കെ, ഇത് Node.js മാത്രം യൂസ് ചെയ്യുമ്പോൾ ഇത്രയും കൂടുതൽ എഴുതേണ്ടത്. ഇത് എക്സ്പ്രസ് വരുമ്പോൾ വളരെ ഈസിയാകും. പക്ഷേ ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം, ആ ഡാറ്റ എങ്ങനെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കിട്ടുന്നുണ്ടോ എന്ന് അറിയാം. നമുക്ക് console.logൽ q.query എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ q എന്താണ്? URL പാസ് റിക്വസ്റ്റ് URL എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ വരുന്ന ഫുൾ URL ക്യൂറി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഡാറ്റ കിട്ടുന്നതാണുള്ളത്, ആ ലൈബ്രറിയിലുള്ളത്. അപ്പോൾ നമുക്ക് ആ കിട്ടുന്നുണ്ടോ നോക്കാം. എവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്ത സൈനപ്പ് ആക്ഷൻ പാസ് ചെയ്യുമ്പോൾ അതിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നോഡ് സർവർ സ്റ്റാർട്ടഡ്, നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് അടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? സൈനപ്പിലാണ് നിൽക്കുന്നത്, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? URL ഒക്കെ വന്നിട്ടുണ്ട്, ഡാറ്റ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് നോക്കാം. ഇവിടെ കണ്ടോ? ഈ console.logൽ q.query കൊടുത്തപ്പോൾ ഉണ്ടോ? അതായത് ആ നെയിം, ആ ഡാറ്റ മൊത്തം ഇവിടെ പ്രിൻ്റ് ആവുന്നുണ്ട്. അതായത് മൊത്തം ഡാറ്റ ഇവിടെ നിന്ന് സെർവറിലെത്തി എന്നർത്ഥം. നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ HTML പേജിലുള്ള ഡാറ്റ സെർവറിലെത്തിക്കാൻ നമ്മൾ പഠിച്ചു. അതാണ് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ആ ഡാറ്റ ഇവിടെ എത്തിക്കാൻ പഠിച്ചു. അപ്പോൾ ഇവിടെ q.query വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. പക്ഷേ എനിക്ക് ഒബ്ജക്റ്റായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊരു കാര്യം കൂടി ചെയ്യാണ്ട്, അത് വിട്ടുപോയതാണ്. ഇവിടെ പാസ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഒരു ട്രൂവും കൂടെ പാസ് ചെയ്യണം. ഒരു ട്രൂവും കൂടെ പാസ് ചെയ്തിട്ട് എന്നിട്ട് ക്വറി വിളിച്ചു. ഇപ്പോൾ നമ്മൾ കിട്ടിയത് ഇങ്ങനെയല്ലേ, ആ നെയിം ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് നെയിം അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു അത് കിട്ടുന്ന അതേമാതിരിയാണ്. ഇതൊരു ഒബ്ജക്റ്റായിട്ട് ടൈപ്പായിട്ട് കിട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രൂ അവിടെ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് സാമ്പിൾ സെർവർ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒന്നുകൂടി വിളിച്ച് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇതുണ്ടോ? ഇപ്പോൾ വന്നത് എന്താ? ആ ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് പറഞ്ഞില്ലേ, ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞ് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ഒബ്ജക്റ്റ് ടൈപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. നെയിം അല്ലെങ്കിൽ നെയിം മൊബൈലിനൊക്കെ പറഞ്ഞ രീതിയിൽ ഒബ്ജക്റ്റ് ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ എളുപ്പമല്ലേ? ഒബ്ജക്റ്റ് ഡോട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്തൂടെ? നോക്കിയപ്പോൾ q.queryയിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ താഴെ വേണമെങ്കിൽ അല്ലെ അവിടെ തന്നെ നമുക്ക് q.query നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ എന്താണ് ഒരു നെയിം മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കില്ല് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വന്നു, റീഫ്രഷ് അടിച്ചു, ഇവിടെ സബ്മിറ്റ് കൊടുത്തു. എന്താണ് ഉണ്ടോ? സെർവർ സ്റ്റാർട്ടഡ്. q.query നെയിം എന്ന് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ആ കിളിവായിൽ നിന്ന് മാത്രം പ്രിൻ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് അടിച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിലോ? ഇപ്പോൾ ലാസ്റ്റ് നെയിം എന്താണ്? ക്രോസ് റോഡ്സ് വിളിക്കുകയാണെങ്കിലോ? ഉണ്ടോ? ആ ക്രോസ് റോഡ്സ് കൊടുത്തില്ലേ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് ഡാറ്റ എത്തി നിങ്ങളത് മുറിച്ചെടുക്കാനും പഠിച്ചത് മനസ്സിലാക്കേണ്ടത്. ആ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മൊബൈൽ നമ്പറായിട്ട് മുറിച്ചെടുക്കാൻ പഠിച്ചു ഇല്ലേ? ഇനി അതിന് പുറമെ നമുക്കൊരു കാര്യം കൂടി ചെയ്യുക വേണമെങ്കിൽ, ഇവിടെ എന്ത് ചെയ്യുക? ഈ ആക്ഷൻ എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ HTML കണ്ടൻറ്റ് കൊടുക്കട്ടെ. അപ്പോൾ h1 ഇവിടെ പ്ലസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? q.query
എഫ് നെയിം അല്ലേ, എഫ് നെയിം. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പ്ലസ് ഇട്ടിട്ട് വീണ്ടും സ്ലാഷ് ഇട്ടിട്ട് H1 അവസാനിപ്പിക്കുക. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലൈനൊക്കെ വേണമെങ്കിൽ എഴുതാം. നമുക്ക് തൽക്കാലം ഇത് മാത്രം മതി. എന്ത് ചെയ്യുക, ഫസ്റ്റ് നെയിം മാത്രം എന്ത് ചെയ്യുക, റെസ്പോൺസ് ഡോട്ട് റൈറ്റിലാണ്. അതായത് റിക്വസ്റ്റിൽ ഡാറ്റ സെർവറിലെത്തി, നമ്മൾ സെർവറിൽ കൺസോളിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കി. നമുക്ക് ഡാറ്റാബേസ് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ ഡാറ്റാബേസിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ തിരിച്ച് യൂസർക്ക് റെസ്പോണ്ട് ചെയ്യുകയാണ്. എന്ത് വെച്ച് റെസ്പോണ്ട് ചെയ്യുകയാണ്, ഒരു HTML H1 ടാഗിൽ ഇവിടുന്ന് വരുന്ന എന്താണോ എഫ് നെയിമിൽ വന്നിട്ടില്ല ആ ഡാറ്റ റെസ്പോണ്ട് ചെയ്യുക. ആ ഡാറ്റ റെസ്പോണ്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള കോഡാണ് കൊടുത്തിട്ടുള്ളത്. അത് വർക്ക് ചെയ്യുക നോക്കാം. സെർവർ സ്റ്റാർട്ടഡ്. ഇവിടെ ആക്ഷനിൽ എത്രയും നേരം എഴുതി കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിഖിലിനാണ് വന്നിട്ടുള്ളത്. കൊറി ഡോട്ട് എൽ നെയിം വരുന്നുണ്ട്. പക്ഷേ H1 നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തത് H1 ആയിട്ട് തന്നെ വരുന്നത്. ശരിക്കും H1 ഡിസ്പ്ലേ ചെയ്തല്ലേ വരേണ്ടത്. അതെന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സാധാരണ HTML ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട്, കണ്ടൻറ്റ് ടൈപ്പ് കൊടുക്കാറില്ലേ. ആ കോഡ് നമുക്കിവിടെ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. ആ കോഡും കൂടി ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ HTML പേജ് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഒന്നും കൂടിയും ക്വിറ്റ് ചെയ്തിട്ട് സെർവർ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സബ്മിറ്റ് കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പം നിഖിൽ എന്നുള്ള വേർഡ് വന്നത് കണ്ടോ, എങ്ങനെ വന്നത്, H1 ടാഗിൻ്റെ ഉള്ളിലാണ് വന്നത്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് തിരിച്ച് ബാക്ക് എടുത്തിട്ട് ആ പേജ് വീണ്ടും എടുത്തിട്ട് വേറെ എന്തെങ്കിലും എഴുതി നോക്കിയേ, ഇതൊക്കെ വരും. ഇപ്പോൾ SPS എന്നുള്ള കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് കണ്ടോ, SPS H1 ടാഗിലാണ് വന്നത്. എന്തുകൊണ്ടാണ്, ആ റിക്വസ്റ്റ് എങ്ങോട്ട് വന്നു, ഇവിടെ മനസ്സിലാക്കുക. ഇവിടെ സൈനപ്പ് ആക്ഷൻ വിളിച്ചു. ഈ സൈനപ്പ് ആക്ഷൻ വിളിക്കാനുള്ള കാര്യം എന്താ, സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കണേ. ഫ്ലോ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് ആദ്യം എടുക്കുന്നത്, ലോക്കൽ ഹോസ്റ്റ് 7000 സൈനപ്പ് എന്നുള്ളതാണ് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോൾ എങ്ങോട്ട് വന്ന്, ലോക്കൽ ഹോസ്റ്റിൽ 7000 എന്ന പോർട്ടിൽ വരാൻ കാര്യം ഇവിടെ ലിസൺ പോർട്ട് 7000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പോർട്ടിലോട്ട് എത്തിയപ്പോൾ സ്ലാഷ് സൈനപ്പ് എന്നുള്ള പാത്ത് നെയിം ഉള്ളതാണ് എടുക്കുന്നത്. ക്യൂ ഡോട്ട് പാത്ത് നെയിം കിട്ടാനുള്ള കാര്യം എന്താ, ഈ റിക്വസ്റ്റ് ഡോട്ട് URL എന്നുള്ളതിനെ പാസ് ചെയ്തെടുത്തിട്ടാണ് ക്യൂ എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ക്യൂ ഡോട്ട് പാത്ത് നെയിമിൽ സ്ലാഷ് സൈനപ്പ് ആണോ നോക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സൈനപ്പിൻ്റെ ഒരു HTML പേജ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ HTML പേജാണിത് അല്ലേ. ഈ സൈനപ്പ് .html ഫയൽ റീഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അത് എന്ത് ചെയ്യും, ആ ഡാറ്റയുടെ കൊടുത്താൽ ഇതാണ് ഈ സൈനപ്പ് പേജാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇനി സൈനപ്പ് പേജിൽ എന്തുണ്ട്, ഒരു ആക്ഷൻ എന്നുള്ളതുണ്ട്, ഫോമിൽ ഒരു ആക്ഷൻ ഉണ്ട്, സൈനപ്പ് ആക്ഷൻ എന്നുള്ളൊരു കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് ഗെറ്റാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈനപ്പ് ആക്ഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കും, ബട്ടൺ സബ്മിറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ നെയിം ആട്രിബ്യൂട്ട് എല്ലാം കൂടി എടുത്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂസ് എല്ലാം കൂടി എടുത്തിട്ട് എങ്ങോട്ട് പാസ് ചെയ്യും, URL. ഇപ്പോൾ ഉണ്ടോ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക, ഉണ്ടോ എഫ് നെയിം ഇപ്പോൾ ഉണ്ടോ സൈനപ്പ് ആക്ഷൻ (?) എഫ് നെയിം അസൈൻ SPS ആൻഡ് എൽ നെയിം അസൈൻ കിളിവായിൽ ആൻഡ് മൊബൈൽ അസൈൻ 000 എന്നുള്ള ആർഗ്യുമെൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഈ ആർഗ്യുമെൻ്റ് എവിടെ എത്തിയെന്നാണ് പറഞ്ഞത്, സൈനപ്പ് ആക്ഷൻ എവിടെയുള്ളത് നോക്കി, സൈനപ്പ് ആക്ഷനിലോട്ട് എത്തി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ക്യൂ ഡോട്ട് കൊറി ഡോട്ട് എൽ നെയിമിൽ എന്തെടുത്തു, ആ ഒരു വാല്യൂ അവിടെ വരുന്നുണ്ടോ നമ്മൾ നോക്കി. അത് വേണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡാറ്റ എത്താത്ത കേസിൽ ഇപ്പോൾ നമ്മളൊരു റിക്വസ്റ്റ് ഇവിടുന്ന് കൊടുത്തു, നമ്മൾ ഡാറ്റാബേസിലോട്ട് എന്തോ കൊറി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ റെസ്പോണ്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അത് നമ്മൾ നോക്കും ഫോമിൽ ആക്ഷൻ കൊടുത്തിട്ടുണ്ടോ പ്രോപ്പറായിട്ട്. ആ ആക്ഷൻ അനുസൃതമായിട്ട് ഇവിടെ ഒരു സ്ലാഷ് ഇട്ടുണ്ട് റൂട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കും. ആ റൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വാല്യൂ എത്തുന്നുണ്ടോ നോക്കും. ആ വാല്യൂ എത്തുന്നുണ്ടെങ്കിൽ അത് പ്രോസസ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ളിലോട്ട് കയറി പോവുക ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കറക്റ്റ് ഔട്ട്പുട്ട് പെട്ടെന്ന് നമുക്ക് ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ആദ്യം ഡാറ്റ പോകേണ്ട ഫോം ആക്ഷൻ കൊടുത്തിട്ടുണ്ടോ നോക്കുക പ്രോപ്പറായിട്ട്, അത് ഗെറ്റാണോ പോസ്റ്റാണോ നോക്കുക. ഗെറ്റാണെങ്കിൽ ഗെറ്റിനനുസരിച്ചുള്ള റൂട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലോട്ട് കയറണം, അതിനുള്ളിലോട്ട് വാല്യൂ വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ വാല്യൂ വന്നിട്ടുണ്ട്, എൽ നെയിമിൽ വാല്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ എന്ത് ചെയ്തു, റൈറ്റിൽ ഇവിടെ ഒരു HTML പേജ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ നോഡ് JS ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, HTML പേജ് കൊടുത്തു തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക, ഡാറ്റാബേസ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഇത്രയും കോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. വലിയ കോഡ് ചെയ്തില്ലേ, കാണുമ്പോൾ കുറച്ച് കോഡ് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, പക്ഷേ സെയിം സംഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൈനപ്പ് ഫോമും ഇങ്ങനത്തെ ആക്ഷൻസും ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കുക, കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇന്ന് ഞാൻ എക്സ്പ്രസ് പഠിപ്പിക്കുന്നില്ല, ഇന്ന് കുറേ ആയി ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. ഇനി ഈ കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് എക്സ്പ്രസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് നോക്കാൻ പറ്റും, നോക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പറ്റിയില്ല.
ഇത് ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ പറയുക, ഈ കറക്റ്റ് സ്റ്റോറി കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടും. ഈ കറക്റ്റ് സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ വെബ് ഡെവലപ്പർ ആയി എന്ന് ഉറപ്പിച്ചോ. വളരെ സിമ്പിളാണ്, അങ്ങോട്ട് എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ ഇത് തന്നെ ബേസ് ആയിട്ടുള്ള കുറച്ച് കഥകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ഗെറ്റ് പോസ്റ്റൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ദയവായി കുറേ കോഡ് ചെയ്യുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് എക്സ്പ്രസ്സിൽ എങ്ങനെ കോഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. റിക്വസ്റ്റ് പോകുന്നതും ഫോമിൽ നിന്ന് പോകുന്നതും റെസ്പോണ്ട് ചെയ്യണതും അത് HTML പേജായിട്ട് റെസ്പോണ്ട് ചെയ്യണതും ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി എക്സ്പ്രസ് നമുക്ക് തുടങ്ങാം. Node.js കൂടെ എക്സ്പ്രസ്സിൻ്റെ ഒരു ലൈബ്രറിയാണ്, ഒരു NPM മോഡ്യൂളാണ്. ലൈബ്രറി മോഡ്യൂൾ ആഡ് ചെയ്യുമ്പോൾ Node.js ഒന്നുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൂടി കഴിഞ്ഞ് നമുക്ക് ഡാറ്റാബേസിലോട്ട് പോകാം.